വിഷുവിൻ്റെ അന്ന് രാത്രി സ്വിഗ്ഗിയുടെ ഓർഡറൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വരുന്ന വഴിക്കാണ് ട്രിവാൻഡ്രം കവടിയാർ വെച്ച് ഞാൻ ഒരു ആക്സിഡൻറ്റ് കാണുന്നത്. ഒരു പുതിയ യമഹ R15 V4 ആണ് ആക്സിഡൻ്റായിട്ട് കിടക്കുന്നത്. ഈ വണ്ടി എങ്ങനെയാണ് ആക്സിഡൻ്റ് ആയെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഓപ്പോസിറ്റിൽ നിന്ന് വണ്ടി വരാത്ത ട്രാക്കിലാണ് ഈ ഒരു വണ്ടി ആക്സിഡൻ്റായി കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി കണ്ടാൽ തന്നെ മനസ്സിലാവും വണ്ടി ഫുള്ളി ടോട്ടൽ ലോസായിട്ട് കിടക്കുകയാണ്. ഈ വണ്ടി എങ്ങനെയാണ് ഇടിച്ചതെന്നുള്ളൊരു ഐഡിയ പോലും എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ റോഡിൽ ആ വണ്ടി ഒതുക്കി വെച്ചിട്ട് ആ വണ്ടിയുടെ അടുത്തോട്ട് ചെന്ന വണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഗൈസ്. ഈവൻ വണ്ടിയുടെ എക്സോസ്റ്റ് പൈപ്പ് ഉൾപ്പെടെ ഊരി കിടക്കുകയാണ്. അമ്മാതിരി ഒരു ഇടിയാണ് ഈ വണ്ടി ഇടിച്ചിരിക്കുന്നത്. ഒരു പുതിയൊരു വണ്ടിയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ചെയ്ത വണ്ടിയും കാര്യങ്ങളൊന്നും വരാത്തൊരു ട്രാക്കാണിത്. അപ്പോൾ ഞാൻ ഇങ്ങനെ റോഡിലൊക്കെ ഇങ്ങനെ നോക്കി എന്താണ് ഈ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള കാരണം എന്നൊക്കെ. റോഡിൽ നോക്കിയ സമയത്ത് റോഡിൽ ബ്ലഡാണോ അതോ വണ്ടിയുടെ കൂളൻ്റ് ആണോ കിടക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. റോഡിൽ നല്ല മാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലഡിൻ്റെ ആണോ കൂളൻറ്റിൻ്റെ ആണോ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ കഴിച്ച് ഞാൻ കുറേ നേരം അവിടെ നോക്കിക്കൊണ്ട് വന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാവരുടെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് ഓടിക്കുക, ഓവർ സ്പീഡൊന്നും ചെയ്യാതിരിക്കുക. ഒറ്റ സെക്കൻഡിൻ്റെ ഒരു വ്യത്യാസം മതി എന്താണ് സംഭവിക്കുക എന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മൾ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഈ ഒരു ആക്സിഡൻറ്റ് എന്താണെന്ന് അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെക്ക് ചെയ്തുപോലത്തെ നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലോട്ട് വരുന്നതാണ്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. അപ്പം ബൈ.